പറഞ്ഞു കേട്ടിട്ടും അതേപോലെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വാല്യൂ കുറയുന്നു. അങ്ങനെയുണ്ടോ? എനിക്ക് സത്യം പറയട്ടെ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതായത് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് അറിയാം. അവിടെ എവിടെയാണ് പ്രശ്നം വരുന്നത്? പിന്നെ എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ചു കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഒരു വൈബ് ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയോട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവക്ക് അല്ല ഇവന് ഇത് മാത്രമേ പണിയുള്ളൂ, എൻ്റെ മെസ്സേജും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ചിന്ത പിന്നെ വളർന്ന് അവരുടെ എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ എടാ നീ എവിടെയാ, അല്ലെങ്കിൽ നിന്റെ വിവരമൊന്നും ഇല്ലല്ലോ, നീ എന്താ എന്നെ ഇപ്പം മൈൻഡ് ഇല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചെറിയ ചെറിയ നമ്മൾ പണ്ട് ആസ്വദിച്ചിരുന്ന വാക്കുകൾ പോലും പിന്നെ അതൊരു വെറുപ്പിക്കലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ ഭാഷ പറഞ്ഞ ഒരു വെറുപ്പിക്കലായിട്ട് മാറും അല്ലേ? അപ്പൊ ഈ വെറുപ്പിക്കലാവുന്നത് എപ്പോഴാ? നമ്മൾ നമ്മുടെ പണികളൊന്നും ചെയ്യാതെ നമ്മുടെ ജോലികൾ, ചിലപ്പോൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അതെല്ലാം മറന്ന് ഈ പ്രണയത്തിനും മെസ്സേജിനും ഈ പറഞ്ഞ പോലെ കോളിനും വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എപ്പോഴും പ്രണയത്തിലാണെങ്കിലും നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിലും നിങ്ങളുടെ ജോലികളിൽ അല്ലെ നിങ്ങൾക്ക് ഈ ലൈഫിൽ നിങ്ങളുടെ നിയോഗം എന്താണോ അത് കണ്ടെത്തി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനെ ഒന്ന് പ്രണയിക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളെ ഒന്ന് സ്നേഹിക്കുക. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അവർക്ക് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് വേണമെങ്കിലും കൊടുത്തോ, പക്ഷെ അതിൻ്റെ ഒരു 100 ഇരട്ടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളെ പ്രണയിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതായതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ പിന്നാലെ എപ്പോഴും നീ എന്ത് ചെയ്യാ, നീ ചായ കുടിച്ചോ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മെസ്സേജ് അയച്ച് പിന്നാലെ നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജോബിൽ അല്ലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിന് വാല്യൂ കൊടുക്കുക. ഞാൻ കുറച്ച് ബിസിയാണ് ആയിക്കോട്ടെ, അത് കേൾക്കുമ്പോഴായിരിക്കും പാർട്ട്ണർക്ക് നിങ്ങളോട് കുറച്ച് സ്നേഹം കൂടുക. അല്ലാതെ എപ്പോഴും ഇവർ ഈ മെസ്സേജിനും കോളിനും വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ചു കാലം അതിനൊരു രസം കാണും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങളിപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം വരും, സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസ് തോന്നില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു അവസ്ഥ തോന്നും. ആ അവസ്ഥ വരെയൊന്നും കൊണ്ട് എത്തിക്കാതിരിക്കുക. ഓക്കെ.